ഹായ്, ഞാൻ ഡോക്ടർ ഷീജ. ചന്ദനലേപ സുഗന്ധം പാട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും അല്ലേ? അപ്പോൾ ആ ചന്ദനത്തിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് ഇന്ന് നോക്കാം. ചന്ദനം നമ്മൾ നെറ്റിയിൽ അരച്ചിടാറുണ്ട്. ചന്ദനത്തിനൊരു പോസിറ്റീവ് എനർജി ഉള്ളതുകൊണ്ട് നമ്മൾ ചന്ദനം തൊട്ടാൽ നമുക്ക് മൊത്തത്തിൽ തന്നെ ഒരു തണുപ്പും ഒരു പോസിറ്റീവ്നെസ്സും ഒക്കെ ഉണ്ടാകും. പിന്നെ തലവേദനയ്ക്ക് ചന്ദനം അരച്ച് നെറ്റിയിൽ പുരട്ടിയാൽ തലവേദന മാറിക്കിട്ടും. ഉറക്കക്കുറവുള്ളവർക്ക് ചന്ദനം അരച്ച് നെറ്റിയിൽ പുരട്ടിയാൽ ഉറക്കത്തിന് നല്ല ഉറക്കം കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് പൊതുവേ കാണുന്നൊരു അസുഖം അൾസർ എന്ന് പറയുമ്പോൾ വയറിനകത്ത് എരിച്ചിൽ, നീറ്റൽ, പിന്നെ പൊളിച്ചു തെകിട്ടൽ, അങ്ങനെയൊക്കെ ഉള്ളൊരു കണ്ടീഷൻ ഇപ്പോൾ മിക്കവാറും കുട്ടികളിലും കാണുന്നുണ്ട്. അത് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ ചന്ദനം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അതായത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിനകത്ത് ഒരു ചെറിയ പീസ് ചന്ദനം നല്ലവണ്ണം തിളപ്പിച്ച് അരിച്ച് കുടിച്ചാൽ മതി. വെറും വയറ്റിൽ കുടിക്കുന്നതാണ് നല്ല റിസൾട്ട്. അല്ലാതെ കുടിച്ചാലും അത് നല്ല ശമനം കിട്ടുന്നതായിരിക്കും. പിന്നെ സ്ത്രീകളിലുണ്ടാകുന്ന വെള്ളപോക്കിനും ചന്ദനം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ല ഫലപ്രദമായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ശരീരത്തിന് ചൂട് തോന്നുന്നവരുണ്ടല്ലോ, ശരീരം ഇങ്ങനെ പുകച്ചിലും ചൂടായിട്ടുള്ളവർക്ക് ചന്ദനം തിളപ്പിച്ച് കുടിക്കാം. പുറമെ അരച്ച് പുരട്ടിയിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുന്നത് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ മുഖത്ത് ചർമ്മം നല്ലവണ്ണം തിളങ്ങുന്നതിനും സോഫ്റ്റ് ആകുന്നതിനും ചന്ദനം അരച്ച് പുരട്ടി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പം കഴുകിക്കളഞ്ഞാൽ മതി. പിന്നെ പണ്ടൊക്കെ സ്ത്രീകൾ കുളി കഴിഞ്ഞിട്ട് ചന്ദനം പുകച്ചിട്ട് മുടിയിൽ ഇങ്ങനെ ചന്ദനം പുകയ്ക്കാറുണ്ടായിരുന്നു. അത് സുഗന്ധവും കിട്ടും. പിന്നെ തലമുടിയിൽ ചാരൻ, പിന്നെ ചൊറിച്ചൽ, പെയിന് അതൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ ചന്ദനം ഉപയോഗിക്കുന്നത് മൃതദേഹം കത്തിക്കുന്നതിന് ഉപയോഗിക്കാറുണ്ട്. അത് സുഗന്ധം കിട്ടുക മാത്രമല്ല, അണുനാശകമായിട്ടുള്ളതും കൂടിയാണ് ചന്ദനം. അപ്പോൾ ഇത്രയൊക്കെയാണ് ചന്ദനത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.